ഗൈസ് എന്താ സംഭവം എന്നറിയാം, ഒരു പൂച്ചനെ കൊണ്ടുപോയിട്ടതാട്ടോ 2 ദിവസം മുമ്പ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ പോയി നോക്കിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അതിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാണ്ട് പോവുക. അതിനെ വിട്ടില്ല ഞമ്മക്ക് പൂച്ചനെ കൊണ്ടുപോയിട്ട് തന്നെ ഇടങ്ങാറ്. എന്നിട്ട് അതിനെ തിരിച്ചു കൊണ്ടു, കാരണം അതിന് തിന്നാൻ കിട്ടിയില്ലെങ്കിലോ എന്നല്ല, കിട്ടുമോ നോക്കട്ടെ. ഇന്ന ഏരിയയിലാണ്, അപ്പോൾ അതിന് തിന്നാൻ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ തീറ്റി പോറ്റണല്ലേ, നമ്മളെപ്പോഴും തിന്നാൻ കൊടുക്കണതായതുകൊണ്ട് ഞാൻ അതിനെ അവിടുന്ന് വേസ്റ്റ് തിന്നാനൊന്നും അറിയില്ലെങ്കിലോ. അപ്പോൾ ഒരു സങ്കടം, പഠിച്ചവനോട് വചന പറയണ്ടെങ്കിൽ കരുതിയിട്ട്. തെണ്ടി തിന്ന് ശീലമല്ലല്ലോ, നമ്മളിവിടുന്ന് തീറ്റ കൊടുക്കണല്ലേ. അപ്പോൾ പെണ്ണേനി, അപ്പോൾ പ്രസവിക്കാനായിനി. അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരട്ടെ പോയാണ്ട് പറഞ്ഞാണ്ട് പോയതാട്ടോ. കാരണം ഒരു പൂച്ചനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത്രയും സങ്കടം. ഇന്നലെ രാത്രി ഒന്നും ഇക്കയും സുരുമോളൊന്നും ഉറങ്ങിയിട്ടില്ല, പെരും കരച്ചിലിനെ കൊണ്ടുപോയിട്ട്. കാരണം പുറത്തു കൂടെ നടക്കുകയാണ്, എന്നാലും കൊണ്ടുപോയിട്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇക്ക പോയാണ്ട് പോയി നോക്കിയപ്പോൾ ഇക്കനെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ അതവിടെ ഉണ്ടോയെന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് പോയതാണ്. ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലേന്ന് അറിയില്ല, ഇരുട്ടായതുകൊണ്ട് എവിടെയെങ്കിലും കിടന്നിക്കണമെന്നും അറിയില്ല. അപ്പോൾ പോയോക്കട്ടെ. കാര്യനാക്കണ് കിട്ട്. അപ്പൊ ഗേസ് അങ്ങനെ പൂച്ചനെ കടന്നെ തന്നെ തിന്നാൻ കൊടുക്ക, എന്തേലും തിന്നിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് വെച്ചാ തിന്നിട്ടുണ്ടാവില്ല. പാവല്ലേ, പേടിച്ചേക്കും. ഹായ് ഞാപ്പിയെ പേടിച്ച് വിട്ടളാ. അവളാകെ തിന്നാൻ കൊടുക്ക, വിശന്നിട്ടാകാര. മറ്റോലൊക്കെ നോക്കണോക്ക്, ഞാൻ ഒന്നും അറിയാ കയറി തിന്നാൻ കൊടുക്ക. പേടിയുണ്ടോന്നുണ്ട് കുട്ടി. എവിടുന്നോ ഇറങ്ങി വന്നത് ഇതിലിട്ടു, എന്നിട്ട് അടച്ചിട്ടോ. പിന്നെ നമ്മള് കരച്ചിലുണ്ടപ്പോ ഞാൻ തുറന്നിട്ട്, കുട്ടികളെ കൊണ്ടുവന്നാലും വെച്ചാൽ തുറന്നിട്ട്. അപ്പൊ ഇങ്ങോട്ട് പോലെ എന്റെ കാലിൽ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പൊ പിന്നെ പിടിച്ചിട്ട് കൂട്ടിക്കിട്ട് പോകേണ്ടത്. കുട്ടികളെ എവിടെയാവോ? കുട്ടികളൊന്നും കാണില്ല അവിടെ. വിശന്നതിനെ പറഞ്ഞില്ലേ, നമ്മള് തീറ്റ കൊടുക്കണേ. തെണ്ടി തിന്നുള്ള ശീലല്ലോ. നമുക്കൊരു പൂച്ചനെ കൊണ്ടിട്ട് ഇങ്ങനെ. അപ്പൊ കുട്ടികളെ കൊണ്ടുപോയി കുളത്തിലും പോയി എറിയുന്ന ആൾക്കാരെ എന്താ കാട്ടുക? ഇപ്പൊ ഇതാണ് ഗേസ് അവസ്ഥ. അതെ, ഓള് തിരിച്ചു കൊണ്ടതില്ലേ. ചെന്നപ്പോടല്ല ഞങ്ങളവിടെ നോക്കി, കാടല്ലേ അവിടെ, ഞങ്ങൾ നോക്കിയപ്പോ അവിടെ കാണാനല്ല. അപ്പൊ എവിടുന്നോ ഇറങ്ങി എന്താ പറഞ്ഞത്, പോക്കനെ സന്തോഷമായിക്കണോന്നുണ്ട്. എന്നിട്ടാണോ എനിക്ക് കണ്ടിച്ചോരെല്ലാറിയണത് അല്ല പറഞ്ഞതേ. എന്നാ ബാ പൊറിഞ്ഞ് പുറത്ത് പോയിക്കോ, ബാ എന്നാ പോയിക്കോ. വേണ്ട പോയിക്കോട്ടാ, ഇനി പോയി കടന്നു തുടങ്ങിക്കോ. കൂട്ട് പോയി കടന്നാ ചെല്ലി പോയി കടന്നോ. വേണ്ട വേണ്ട, ആ കൂട് പറഞ്ഞിട്ടില്ല. മറ്റൊരു ലച്ചുവിനെ കൂട്ട് കിട്ടേണ്ട പോലെ പുറത്ത് കിട്ട, പുറത്ത് കിട്ടില്ല. പട്ടികൾ കൊണ്ടുപോല. പിന്നെ ഒരു മരത്തുമ്പോ കയറിക്കണല്ലേ. റബ്ബേ, ഞാൻ പോയിക്കോ. ഞോളായിക്കോ നടന്നോട്ടെ. എന്താണ് അവസ്ഥ മക്കളെ? ഇതിത്തെ കുളത്തത്തെ വെള്ളം.